വേദിയിലിരിക്കുന്ന വ്യക്തികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സ്നേഹിതർ, സ്നേഹിതർ, ന്യൂ മലബാർ PGM പ്ലേയിംഗ് അസോസിയേഷന്റെ 2024 സമ്മാനദാന ചടങ്ങിലാണ് ഞങ്ങളെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നത്. ആദ്യമായി കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് കെ മൊയ്തീൻ വഴക്കരെ ന്യൂ മലബാർ PGM യൂത്ത് അസോസിയേഷന്റെ കീഴിൽ സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് നിർമ്മൽ കുമാർ കോഴിക്കോട് അദ്ദേഹത്തെ മലബാർ PGM പ്ലേയിംഗ് അസോസിയേഷന്റെ കീഴിൽ സ്വാഗതം ചെയ്യുന്നു. പൊൻകാല സെക്രട്ടറി സംഘടനാ നിർവാഹകമായ കോഴിക്കോട് ഫാമിലിയോട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ മലബാർ PGM പ്ലേയിംഗ് അസോസിയേഷന്റെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വേദിയിരിക്കുന്ന മറ്റു വ്യക്തികൾ വടകര PGM പ്ലേയിംഗ് അസോസിയേഷൻ സാഹിബ്, പാലക്കാട് ലത്തീഫ, പാലക്കാട് ശേഖരേട്ടൻ, കണ്ണൂർ ജോസഫ്, ആക്കാരി കൊണ്ടോട്ടി അംസക്ക, ഇവരെല്ലാം മലബാർ PGM പ്ലേയിംഗ് അസോസിയേഷൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ എത്തിച്ചേരുന്ന എല്ലാ മെമ്പർമാരെയും ഒരുപാട് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷസ്ഥാനത്തേക്ക് വൈസ് പ്രസിഡന്റായ നാസറിനെ ഞാൻ സ്വാഗതം ചെയ്തു നിർത്തുന്നു. ന്യൂ മലബാർ PGM 2024 പ്രാവർത്തന മത്സരത്തിന്റെ സമ്മാനദാന ചടങ്ങിന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഈ സമ്മാനദാന ചടങ്ങിന്റെ ഒരു സങ്കടം കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ ഈ പ്രാവർത്തന മത്സരം എന്ന് തുടങ്ങിയോ കോഴിക്കോട് മലബാർ, അതേപോലെ തന്നെ അന്നു മുതൽ നമ്മുടെ സെക്രട്ടറി ആയിരുന്ന KK പോലെ നമ്മുടെ വിട്ടുപിരിഞ്ഞു പോയിട്ട് കുറച്ചു നാളുകൾ മാത്രമായിട്ടുള്ളൂ. അതൊരു സങ്കടം കൂടി അവരുടെ പേരിൽ ഒരു അനുശോചന ഒരു ഇത് നടത്തിക്കൊണ്ട് ഒരു മിനിറ്റ് മൗനം ആചരിച്ചുകൊണ്ട് അതിൽ നിന്ന് തുടങ്ങും. നയിച്ചിന്റെ എല്ലാ മെമ്പർമാരും ഉദ്ഘാടനം ചെയ്യാമെന്ന് നയിച്ചത് വടകര MLA രമയായിരുന്നു. ആ MLAക്ക് അവരുടെ വീട്ടില് അവരുടെ അമ്മാവന്റെ മകൾ മരണപ്പെട്ടതുകൊണ്ട് രാവിലെ നമ്മൾ അറിയിച്ചു എനിക്ക് വരാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് ആദ്യം ഞങ്ങൾ അതറിയിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ തന്നെ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് തന്നെ മൊയ്തീൻ വഴക്കരെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചു. ചടങ്ങിന്റെ അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് എന്റെ സഹ കൗൺസിലർ SK അബൂബക്കർ, അഡ്വക്കേറ്റ് നിർമ്മൽ കുമാർ, സെക്രട്ടറി നജീബ്, സെക്രട്ടറി തസ്മീൻ, സഹോദരി സഹോദരന്മാർ, ഇവിടെ അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ദീർഘകാലം ഈ മത്സരവുമായി ബന്ധപ്പെട്ട് അരിമയിലും അടിയാറിയും ഒക്കെ പ്രവർത്തിച്ച എന്റെ ഒരു സുഹൃത്ത് സഹപാഠി ATM കോളേജിലെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരഞ്ജലികൾ ഇന്ന് സംഘാടകരിൽ ഇതുപോലുള്ള ഈ പരിപാടികളിലൊക്കെ സജീവ സാന്നിധ്യവും നേതൃത്വവും വഹിച്ചിരുന്നത് മുൻ കോർപ്പറേഷൻ കൗൺസിലറും ഞങ്ങളൊക്കെ നേതാവുമായുള്ള EB സാഹിബായിരുന്നു. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം. രണ്ട് പ്രമുഖ സംഘാടകരുടെ അസാന്നിധ്യത്തിലാണ് നമ്മുടെ ഈ തവണത്തെ പരിപാടി. ഞാൻ ഈ പരിപാടിയിൽ പലതവണ പങ്കെടുത്തു. എനിക്ക് തോന്നുന്ന ഒരു ഇതാണ് അഭിപ്രായം.
ഈ പ്രാവ് വളർത്തൽ മത്സരം മലബാറിലോ കേരളത്തിലോ ഇന്ത്യയെ തന്നെയോ കഴിയുന്നതല്ല. ലോകത്തെ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ വളരെ ആവേശപൂർവ്വം ഈ പ്രാവ് വളർത്തൽ മത്സരത്തിൽ പങ്കാളികളാകുന്ന രാജ്യങ്ങൾ എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതാണ്. ഇതൊരു കായിക ഇനമായി പരിഗണിക്കപ്പെടേണ്ട കാലഘട്ടം അതിക്രമിച്ചു. പ്രത്യേകിച്ച് ഇതിനൊക്കെ പലപ്പോഴും പല നന്മക്കും നല്ല കാര്യത്തിനൊക്കെ നേതൃത്വം നൽകുന്ന മലബാറിലെ വിശിഷ്യ കോഴിക്കോട്ടെ നമ്മളാണ് ഈ കാര്യത്തിൽ മുൻകൈയെടുക്കേണ്ടതെന്ന് അഭിപ്രായമുണ്ട്. ഇതിനൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു പരിമിതി ഞാൻ കാണുന്നുണ്ട്. ഞാനിപ്പോ ഈ അവിടെ ഇരുന്നുകൊണ്ട് ഈ ലോകത്തൊക്കെ പൊട്ടു പിന്നെ കേശവാരവും നിങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങളുടെ ഈ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള താല്പര്യമില്ലായ്മയാണെന്ന് തോന്നുന്നു. ഇതൊരു വലിയ സംഭവമാക്കി അവതരിപ്പിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോ പ്രത്യേകിച്ച് കോഴിക്കോട്ടൊക്കെ പത്രക്കാർ വളരെ ശരിയാണ്. പക്ഷെ നിങ്ങൾ ഈ ഒരു സംഭവം കാര്യമായി ക്ഷണിച്ചു വരുത്തിയാൽ ഇതൊരു അതിഗംഭീരമായുള്ള സംഭവമാക്കി മാറ്റിയെടുക്കാൻ കഴിയണം. ഇങ്ങനെ വർഷമെങ്കിലും ആ കാര്യത്തിൽ ഞങ്ങളൊക്കെ ആ വിഷയത്തിൽ സഹായിക്കാൻ ഞാനൊരു പഴയ പത്രക്കാരന് സഹായിക്കാൻ കഴിയണം. ഇതൊരു വലിയ സംഭവമാക്കി അല്ലെങ്കിൽ സംഭവമാക്കി മാറ്റിയെങ്കിൽ മാത്രമേ ഇതൊരു കായിക ഇനമായി പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ ഈ മത്സരവും അനുബന്ധ പ്രവർത്തനങ്ങളും സജീവമായി മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് നിങ്ങളുടെ ഈ സംഘടനയെ. പ്രാവ് വളർത്തൽ മത്സരം പ്രാന്തവൽക്കരിക്കപ്പെടേണ്ട ഒരു മത്സരമല്ല, ഒറ്റപ്പെടേണ്ട മത്സരമല്ല. ഇതിനേക്കാളും യാതൊരു പ്രാധാന്യവുമില്ലാത്ത മത്സരങ്ങളൊക്കെ ലോകോത്തര മത്സരങ്ങളായി അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ഈ മത്സരത്തിൽ പ്രചുര പ്രചാരം ലഭിക്കാൻ ആവശ്യമായ സംഘാടക മികവുകൂടി നസീർ അലിയെപ്പോലുള്ള ആളുകൾ ഇനിയുള്ള വർഷങ്ങളിൽ കാണിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഈ സമ്മാനദാന പരിപാടിയുടെ സമാപന പരിപാടിയുടെ ഔപചാരികമായി ഉണ്ടാകും. നിങ്ങൾ ഓരോരുത്തരെയും അനുമതിയോടുകൂടി നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് ഒന്ന് ചെയ്യും. ആശംസർപ്പിക്കുന്നതിനുവേണ്ടി പോലെ നമ്മളെ അധ്യക്ഷൻ നാസർ, ഉദ്ഘാടനം നിർവഹിച്ച കോഴിക്കോട് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് കെ മൊയ്തീൻ, അഡ്വക്കേറ്റ് നരേന്ദ്രകുമാർ, ഈ വേദിയിലെ വിശിഷ്ട അതിഥികളെ, ഈ അസോസിയേഷന്റെ അംഗങ്ങൾ, നമ്മുടെ ഉദ്ഘാടകൻ കെ മൊയ്തീൻ പറഞ്ഞതുപോലെ ഒരു വട്ടം പഠിപ്പിക്കൽ മത്സരം പോലും കേരളത്തിൽ പത്രക്കാർ വലിയ പ്രചരണം നൽകുന്ന സന്ദർഭത്തിൽ എത്രയോ കാലമായി വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് പ്രാവ് മത്സരം നടക്കുമ്പോൾ ഇന്നേ വരെ ഇതൊരു കായിക മത്സരമായി അംഗീകരിക്കുവാൻ പോലും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട് എന്നല്ലേ ഇതിന് പത്രങ്ങൾ മുഖാന്തരം വലിയൊരു പരസ്യങ്ങളും പബ്ലിസിറ്റിയും നമ്മൾ നൽകാത്തത് കൊണ്ടാണ് പത്രക്കാർക്ക് പോലും ഇതെന്താണ്, ഇതിന്റെ ത്യാഗം, ഇതിന്റെ പിന്നിലുള്ള ത്യാഗം എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പത്രക്കാർക്ക് സാധിക്കുന്നില്ല. ഒരു പത്രസമ്മേളനത്തെ വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് ഈ പ്രാവ് എങ്ങനെയാണ് ഇത്രയും മണിക്കൂർ പറപ്പിക്കുവാൻ സാധിക്കുന്നതെന്ന് ഈ പത്രക്കാരുടെ മുമ്പിലൊക്കെ വിവരിച്ചു കൊടുക്കാൻ സാധിക്കും. ഒരു പ്രാവ് ആ മനുഷ്യനുമായുള്ള ഒരു ബന്ധമാണ്
പ്രാവിന് നിങ്ങളോട് സംസാരിക്കാൻ സാധ്യമല്ല. പക്ഷെ പ്രാവ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ പ്രാവ് മുന്നോട്ട് പോകും. ഒരു പ്രാവിനെ 17-18 മണിക്കൂർ തുള്ളി വെള്ളമില്ലാതെ ഈ ആകാശത്ത് ചുറ്റിക്കറങ്ങി ഒരു സ്ഥലത്തും ഇരിക്കാതെ വരുന്ന സമയമാണ് നമ്മൾ ഈ മത്സരത്തിന് എടുക്കുന്നത്. ആ പ്രാവ് ഈ 17-18 മണിക്കൂർ പറക്കണമെങ്കിൽ ഈ പ്രാവിന് എങ്ങനെയൊക്കെ ട്രെയിനിങ് നിങ്ങൾ നൽകുന്നു എന്ന് ആ പ്രാവ് നിങ്ങളുടെ ട്രെയിനിങ് മനസ്സിലാക്കിക്കൊണ്ട് പറക്കുന്നതുമൊക്കെ വലിയൊരു അത്ഭുതമാണ്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ വളർത്തി എടുക്കുന്ന മണിക്കൂറുകളല്ല, കൊല്ലങ്ങളോളം ഒരു പ്രാവിനെ നിങ്ങൾ പരിശീലിപ്പിക്കുകയാണ്. നിങ്ങളുടെ പരിശീലനം ആ പ്രാവിനെ പഠിപ്പിക്കുകയാണ്. ആ പ്രാവ് നിങ്ങളിൽ നിന്ന് നിങ്ങൾ പറയുന്ന ആ ആംഗ്യത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പ്രാവ് പറക്കാൻ പോകുന്നത്. ഈ പ്രാവ് ഒരാവശ്യം പറക്കുമ്പോൾ ചിലപ്പോൾ 2 മണിക്കൂറാവും. പിന്നീട് നിങ്ങളുടെ ട്രെയിനിൽ വരുന്നു, ആ പ്രാവ് 3 മണിക്കൂറാവുന്നു. പിന്നെയും നിരന്തരമായി കൊല്ലങ്ങളായി നിങ്ങളുടെ ട്രെയിനിൽ കൊടുക്കുന്നതിൽ കൂടിയാണ് ഈ പ്രാവ് ഇത്രയും മണിക്കൂറുകൾ പറന്നുകൊണ്ട് ഈ മത്സരത്തിൽ വിജയിക്കുന്നത്. അപ്പൊ ആ പ്രാവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ട്രെയിനിങ്ങും ആ പ്രാവ് നിങ്ങളുടെ ട്രെയിനിങ്ങിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പ്രാവ് പറക്കുന്നത്. ഈ പ്രാവിന്റെ ഭക്ഷണം ഒരു 17 മണിക്കൂർ ഈ പ്രാവ് പറക്കണമെങ്കിൽ ആ പ്രാവിന് നിങ്ങൾ അതിന്റെ രീതിയിൽ അതിരാവിലെ പറക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഭക്ഷണം നൽകുന്നുണ്ടാവും. ആ ഭക്ഷണം നൽകിയ പ്രാവ് തിരിച്ചു വരുമ്പോൾ അതിന്റെ വളരെ തൂക്കം കുറഞ്ഞുകൊണ്ടാണ് അത്രയും മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചെത്തുന്നത്. അപ്പോൾ ഈ പ്രാവും ഈ ട്രെയിനിങ് കൊടുക്കുന്ന വ്യക്തിയും എത്രയോ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ പ്രാവിനെ ഈ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഈ പ്രാവിനെ പറപ്പിക്കുന്നത്. അത് തന്നെയാണ് പത്രക്കാരിക്ക് മേടിച്ചു കൊടുക്കേണ്ടത്. ഒരു വട്ടം പറപ്പിക്കുവാൻ നമുക്ക് പെട്ടെന്ന് സാധിക്കും. ഒരു വട്ടം ഉണ്ടാക്കി അതിൽ നൂല് പൊട്ടിക്കൊണ്ട് നമുക്ക് ബീച്ചിൽ പോയി കാറ്റിന്റെ ഗതി നോക്കി വട്ടം പറപ്പിക്കാൻ സാധിക്കും. പക്ഷെ ഒരു പ്രാവിനെ പറപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. ഒരു പ്രാവിനെ പറപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഈ മലബാറിന് പാലക്കാട് മുതൽ കാസർഗോഡ് മുതൽ വയനാട് വരെ പ്രവർത്തിക്കുന്ന ഇവരാണ് ഈ എത്രയോ പ്രാവുകളെ മത്സരങ്ങളിൽ കൂടിയാണ് ഏറ്റവും വലിയ മണിക്കൂർ വെച്ചുകൊണ്ട് ഈ മത്സരത്തിൽ വരുന്നത്. ഇപ്പോൾ എത്ര മണിക്കൂറാണ് നിങ്ങൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്ന പ്രാവ് പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇതിന്റെ ഒരാഴ്ച മുമ്പ് സംസ്ഥാന തലത്തിലുള്ള ഒരു പ്രാവിന്റെ മത്സരത്തിന്റെ ആ സമാപന ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നു. ആ പ്രാവ് പറഞ്ഞത് 18 മണിക്കൂറാണ്. അപ്പൊ ഒരു 18 മണിക്കൂർ ഒരു പ്രാവ് പറക്കണമെങ്കിൽ ആ പ്രാവിന് കൊടുക്കുന്ന ട്രെയിനിങ് എന്തായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൊല്ലങ്ങളോളം കൊടുത്തിട്ടുണ്ടാവും. അല്ലാതെ ഒരു പ്രാവ് ഒരിക്കലും തന്നെ 18 മണിക്കൂർ പറക്കാൻ സാധ്യമല്ല. ആ 18 മണിക്കൂർ പറക്കുമ്പോൾ എത്ര ത്യാഗമാണ് നമ്മൾ ആ പ്രാവിന് ട്രെയിനിങ് കൊടുക്കുന്നു. ആ പ്രാവ് പഠിക്കുന്നു. മനുഷ്യനെക്കാട്ടി ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ആ പ്രാവ് പഠിച്ചു വരുന്നത്. മനുഷ്യർക്ക് പോലും ഇത്ര ടൈം വരെ പറക്കാൻ സാധിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. മണിക്കൂറുകൾ എടുത്തുകൊണ്ടാണ് നിങ്ങൾ ആ മത്സരത്തിൽ വിജയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഒരു പത്രസമ്മേളനത്തിൽ വിളിച്ചുകൊണ്ട് ഈ പ്രാവിന് കൊടുക്കുന്ന ട്രെയിനിങ് ഒക്കെ ആ പത്രക്കാരുടെ മുമ്പിൽ നിന്ന് വിജയിക്കണം. ഇത്രയും വളരെ ത്യാഗോജ്വലമായ ഒരു മത്സരമാണ് കേരളത്തിൽ നടക്കുമ്പോൾ അത് പത്രക്കാർ ശ്രദ്ധിക്കാതെ പോകുന്നത്. പത്രക്കാർക്ക് നിങ്ങൾ ആ പ്രാവിന്റെ ആ ട്രെയിനിങ്ങും ആ പ്രാവ് നടക്കുന്ന രംഗങ്ങളും ഒക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഏറ്റവും വലിയ മനോഹരമായ ഏറ്റവും വലിയ മത്സരമാണ് ഈ പ്രാവ് മത്സരം. ആ പ്രാവ് മത്സരത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പത്രക്കാരെ എഴുതിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ശ്രദ്ധ അതിൽ പതിക്കാൻ സാധിക്കും. ഗവൺമെന്റിന്റെ ശ്രദ്ധ പതിച്ചാൽ ഒരു കായിക മത്സരമായി അംഗീകരിച്ചാൽ ഗവൺമെന്റിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഈ പ്രാവിന് വളർത്താനും പ്രാവിന് ഭക്ഷണം കൊടുക്കുവാനും പ്രാവിന് ടൈമിംഗ് കൊടുക്കുവാനും ഒക്കെ നിങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് ലഭിക്കും. ആ ഫണ്ട് ലഭിക്കണമെങ്കിൽ ഈ മത്സരം ഗവൺമെന്റ് അംഗീകരിക്കണം. ഇവിടെ ഒരുപാട് മത്സരങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ നൽകിക്കൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. ഇവിടെ യുവജനോത്സവം, സത്യോജനോത്സവം, ജില്ലാതലോത്സവം, സ്റ്റേറ്റ് ഉത്സവം, സംസ്ഥാന കലാത്സവമൊക്കെ നടക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് വേണ്ടി ചെലവാക്കുന്നത്. അവരുടെ ഭക്ഷണത്തിന് വേണ്ടി, അവരുടെ ട്രെയിനിങ്ങിന് വേണ്ടി കോടിക്കണക്കിന്
ട്രെയിനിങ്ങിനുള്ളവർക്ക് ഒക്കെ തന്നെ ഗവൺമെന്റ് അവരുടെ നിന്ന് സഹായം ലഭിക്കും. ആ സഹായം ലഭിക്കണമെങ്കിൽ ഇത് ഗവൺമെന്റ് ഒരു കായിക മത്സരമായി അംഗീകരിക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ അസോസിയേഷൻ ഇവർക്ക് വകുപ്പ് മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും MLA-മാരൊക്കെ പോയി കണ്ട് അതിന്റെ ത്യാഗങ്ങൾ അവരോട് മനസ്സിലാക്കി തീർച്ചയായും കൊണ്ട് ഇതൊരു കായിക മത്സരമായി ഈ പാവ് വളർത്ത മത്സരം നടത്തുവാൻ ഗവൺമെന്റ് അംഗീകരിക്കുവാനുള്ള നടപടിയിലേക്ക് നിങ്ങൾ പോകണമെന്ന് നമ്മുടെ ഭാഗത്തുനിന്നൊക്കെ അതിനുള്ള സഹായങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ആശംസകൾ അവസാനിപ്പിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഒരു പട്ടിയലിനെ ഈ നീതികളുടെ കാര്യം നിങ്ങൾ ആലോചിക്കണം. ശ്രീമാൻ KT കോയ മരണപ്പെട്ടു. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ ഈ ക്ലബിന്റെ കാര്യങ്ങളുമായി വന്ന് അന്ന് ഞാൻ ഉണ്ടാക്കി കൊടുത്ത തേവാളിയാണ് ഇന്നും അത് ഉപയോഗിക്കുന്നത്. ഒരു മഹാരാജാവ് ഈ പ്രാവുകളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനു വേണ്ടി അദ്ദേഹം ബാഗ്ദാദിലെ സുൽത്താൻ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവാക്കി പ്രാവുകളെ ഡെയിലി പഠിപ്പിച്ചു കൊണ്ടുപോകും. ആ പ്രാവുകളുടെ അനന്തരമായുള്ള വംശമാണ് ഇന്നിപ്പോ നമ്മളെ കയ്യിലെത്തിച്ച് ബുദ്ധിപരമായി പ്രവർത്തിക്കുന്ന പ്രാവുകൾ. ഒരു ദിവസം 100 മുതൽ 1000 വരെ കിലോമീറ്റർ പ്രാവുകൾ പറക്കുമെന്നാണ് പറയുന്നത്. ഈ പ്രാവുകൾ മനുഷ്യന്റെ ചിന്തക്കും പ്രവൃത്തിക്കും ആഗ്രഹത്തിനും ഉദ്ദേശത്തിനും അനുകൂലമായി പ്രവർത്തിപ്പിച്ചെടുക്കുക എന്നുള്ളത് കഠിനതരമായ പ്രവൃത്തിയാണ്. അത് ഇന്ന് ഗവൺമെന്റും സാമൂഹിക സംഘടനകളും പലവിധ പോഷണങ്ങളും നൽകാൻ എല്ലാ കാര്യത്തിലും തയ്യാറാണെങ്കിൽ പോലും എന്തോ എനിക്കറിയില്ലാത്ത സംഘാടകർ ആ ഒരു രംഗത്തേക്കൊന്നും വന്നു. കേവലം ഒരു പത്രപ്രവർത്തകരെ പോലെ കാണാനും രക്ഷപ്പെടാനും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഇത്തരം പരിപാടികൾ ഗംഭീരമായി അടുത്ത വർഷവും വരും ഭാവിയിലും നന്നായി നടത്തുവാൻ സർവീസിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം. നമസ്കാരം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറഞ്ഞറിയില്ല. കാരണം ഓട്ടത്തെ കുറിച്ച് പറയാനെന്നുണ്ടെങ്കിൽ എനിക്കറിയുന്ന പോലെ തന്നെ നിങ്ങൾ മരിക്കുന്നതിന് മുന്നേ ആ ഒരു പ്രാവിന്റെ കാര്യങ്ങൾ ഓട്ടം ചോദിക്കാനുണ്ട്. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. നോക്ക് കഴിഞ്ഞിട്ടായിരുന്നു. സെക്രട്ടറിയെ വിളിച്ച് ഞാൻ ചോദിച്ചു പരിപാടി തുടങ്ങാവുന്ന പോലാണ് നിങ്ങൾ തരാൻ സ്റ്റാർട്ട് എന്നുള്ളത്. അപ്പൊ അത്രയും ഞങ്ങളെ പരിഗണിക്കുന്ന എല്ലാവരോടും ഭയങ്കര സ്നേഹമുണ്ട്. ഈ പ്രോഫിറ്റത്തിന്റെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും ധർമ്മം നൽകിയിരുന്നു. ഒരു പ്രാവുകളുടെ വിടുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രാവിലെ ബ്രഷ് എടുത്ത് കൂട്ടിൽ പോയി ഞാൻ 2 മണിക്കൂർ ആവുന്നു. വൈകുന്നേരം 5 മണിക്ക് പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ 9 വരെ പ്രാവുകളെ കൂട്ടിൽ തന്നെ. അങ്ങനെ ഒരു ദിവസം 5 മണിക്കൂർ പ്രാവിന്റെ പിന്നിൽ ചെലവാക്കി 9 മാസക്കാലം നോക്കി പ്രാവിനെ വളർത്തി പ്രാവിന് നല്ല രൂപത്തിൽ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രം നമുക്ക് ഇതേപോലെ സദസ്സിൽ വന്നിരിക്കാൻ ആർക്കും തന്നെ കഴിയില്ല. കാരണം ഈ സദസ്സിൽ ഇരിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു കമ്മിറ്റി വേണം. പ്രാവ് മത്സരത്തിന്റെ ഒരു കമ്മിറ്റി. ആ കമ്മിറ്റി എന്താണെങ്കിൽ ഈ മലബാർ ക്രിക്കറ്റ് ടൂർണമെന്റ് സ്റ്റാർട്ടിങ്ങിലൊന്നും നമുക്ക് ഇതുമായിട്ടൊരു ബന്ധങ്ങളില്ല. കാരണം ഞങ്ങളുടെ ഭാഗത്ത് അൺലിമിറ്റഡ് ടൂർണമെന്റ് ആണ് നടക്കുക. 7 മത്സരം എന്ന് പറയുന്നത് മലബാർ ഈ ഭാഗത്ത് കോയമ്പത്തൂരാണ് നടന്നുകൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിൽ ഞങ്ങളൊരു സുപ്രഭാതത്തില് നിങ്ങൾ എല്ലാവരെയും രക്ഷിതാവായ കോയക്കാരൻ നേരിലുള്ള കാണുകയും പാലക്കാടിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയാമെന്ന് സംസാരിക്കുകയും അത് മുമ്പിൽ അംഗീകാരം തരികയും പാലക്കാട് തന്നെ ഈ ടൂർണമെന്റിൽ ചേർക്കാനുള്ള ആ സന്മനസ് കാണിച്ചു. പ്രാവ് വളർത്തൽ മത്സരത്തെ കുറിച്ച് ഇപ്പോൾ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുകയാണെങ്കിൽ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ മത്സരം കഴിഞ്ഞു. ഒരു ക്രിക്കറ്റ് ആണെങ്കിൽ 50 ഓവറുകൾ കഴിഞ്ഞു. അല്ലെങ്കിൽ ടെസ്റ്റ് ആണെങ്കിൽ 90 ഓവറുകൾ കഴിഞ്ഞു. അങ്ങനെ ഏതൊരു പരിപാടി ഉണ്ടെങ്കിലും രാവിലെ തുടങ്ങി വൈകുന്നേരത്ത് അവസാനിപ്പിക്കുമ്പോ ഈ പ്രാവ് മത്സരം മാത്രം ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ പാലക്കാട് 25 മണിക്കൂർ 55 മിനിറ്റുമാണ് ഒരു 3 വർഷം മുന്നിൽ ഒരു സമരം ബാധിച്ചത്.
അതിനെ എത്ര റിസ്ക് എടുത്തു എന്നുള്ളതൊക്കെ ഞാൻ പറയുന്നില്ല. എന്റെ മുന്നേ പറഞ്ഞ അദ്ദേഹം അത് നമ്മുടെ രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കരുതി ഈ 25 മണിക്കൂർ ആർക്കും ഓവർടേക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഉള്ളിൽ വന്നപ്പോ അവിടെ വേറൊരു കോവിഡ് കമ്മിറ്റിക്കാരൻ റെക്കപ്പെട്ട പ്രദർശനം എന്ന് പറയും. അദ്ദേഹം 27 മണിക്കൂർ 9 മിനിറ്റും പറഞ്ഞു. അപ്പോഴും ഞാൻ കണക്കാക്കി ഈ സമയം ആരും ഓവർടേക്ക് ചെയ്യില്ല. ഇന്ന് പാലക്കാട് ഓൾ ഇന്ത്യ ലെവലിൽ ഇബ്രാഹിം പുഴങ്ങര പാലക്കാട് അദ്ദേഹം ഇന്ന് പാലക്കാടിനെ ഇന്ത്യയുടെ നെറുകയിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ മത്സരം ആ ലെവലിൽ നീക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ MLA ആയിരുന്ന സാഫിഫർ അദ്ദേഹത്തെ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രാവ് രാവിലെ പറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ അത് പ്രകാരം പുതുപ്പണി ടൈമിൽ രാത്രി കാലങ്ങളിൽ പ്രാവ് എങ്ങനെ പറക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തു. അതിന്റെ ഭാഗമായി അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഒരു കലാകായികങ്ങളിൽ ഈ പ്രാവ് മത്സരത്തെ ഒന്ന് ഉൾക്കൊള്ളിക്കാൻ നിങ്ങളെ കഴിയുന്നതെങ്കിൽ ചെയ്തു തരണം എന്ന് പറഞ്ഞു. അദ്ദേഹം വേണ്ടി ചെയ്തു തരാമെന്ന് പറഞ്ഞതാണ്. അതിന് പിന്നെ നമ്മുടെ MLA ഇവിടെ ഉദാഹരണത്തിന് വരാമെന്ന MLA രമ അവരെ ഞാൻ അവരെയും കണ്ടു, സംസാരിച്ചു. അവരും പറഞ്ഞു ഓക്കെ, എനിക്ക് ഇപ്പോ കിട്ടിയിട്ടുള്ള ഒരു സുവർണാവസരം ഈ MD MLA-യും ഞങ്ങൾ വടകരയിൽ തന്നെയുണ്ട്. ഇനി എന്തായാലും മധുരകാലം പാലക്കാട് വീരകാലം വടകരയും രണ്ടാമത് ഒരേ രീതിയിൽ പിടിച്ചിട്ട് ഈ കാര്യത്തിൽ തീരുമാനം നിങ്ങൾ കാണുമെന്ന് തർക്കസമായിട്ട് പറയാനുള്ള ഒരു സാഹചര്യം നമ്മൾക്ക് ഉണ്ടാകും. ഈ ഭാവന കൊണ്ടുള്ള നേട്ടമുണ്ട്, കോട്ടമുണ്ട്. ഇന്നത്തെ മക്കള് ഒരു 2 വയസ്സായ കുട്ടിയാണെന്നെങ്കിൽ ഒരു ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞാൽ കുട്ടി കയ്യിൽ മൊബൈൽ എടുത്ത് കൈ കൊടുക്കണം. ഈ മൊബൈൽ എടുത്ത് കൈ കൊടുത്താൽ മാത്രമേ കുട്ടി ആഹാരം കഴിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ഇപ്പൊ തലമുറയിൽപ്പെട്ട ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 യുവാക്കള് അതിന്റെ കാര്യങ്ങൾ മൊബൈലാണ് കാര്യം നീക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ എന്ത് നടക്കണോ, എന്ത് പറയണോ, ആരാ പറയുന്നത്, ആരാ വരുന്നത്, ഇതൊന്നും അവർക്ക് അറിയില്ല. കാലം അങ്ങനെ താഴെ നോക്കിക്കൊണ്ട് പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രാവിന്റെ പേര് വന്ന് വരുന്നവര് നേരെ നോക്കിയിട്ടാണ് നടക്കണം. ഈ നേരെ നോക്കി നടക്കുന്ന പാവത്തുകാരുടെ നേട്ടമെന്ന് വെച്ചാൽ ഈ വൈകുന്നേരം 4 മണിക്ക് അവനവന്റെ പണി കഴിഞ്ഞു 6 മണിക്ക് പിടിച്ചിട്ട് 6 മണിക്ക് പിടിച്ചിട്ട് കഴിഞ്ഞാൽ ധൈര്യത്തിൽ ഭാര്യയ്ക്ക് പറയാം, എന്റെ ഭർത്താവ് 6 മണിക്ക് നേരത്തെ എവിടെയും ഇല്ല, എന്റെ വീട്ടിലുണ്ടാവും എന്ന് ധൈര്യത്തിൽ പറയാം. മറ്റുള്ള കുട്ടികളുള്ള വേറെ വീട്ടിലേക്കോ മറ്റുള്ള സ്ഥാനത്തേക്ക് പോകാനുള്ള കാരണമില്ല. ഒരു 80% ആളുകളെങ്കിലും ലഹരിയിൽ നിന്ന് വിമുക്തമായിട്ട് ഉണ്ട്. ഒരു 10-20 ആൾ എല്ലാവർക്കും കാണുന്ന ആൾക്കാര്, അതുപോലെ ഒരു 10 സ്നേഹികൾ പഠിക്കുന്ന കുട്ടികളെ പ്രാവിൽ നിന്ന് പ്രോത്സാഹിക്കുക. അവർ നമ്മുടെ രൂപത്തിൽ പഠിക്കട്ടെ, സ്വയമായിട്ട് സമ്പാദിക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ. അതിനുശേഷം ഒരു പ്രാവിന്റെ പിന്നാലെ വരട്ടെ. എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, എന്റെ ശൈലി ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഈ അവസരം തന്ന ഈ കമ്മിറ്റിക്കും അതിന്റെ ഭാഗവാഹികൾക്കും അതുപോലെ തന്നെ ഇവിടെ പ്രാവിനെ സ്നേഹിച്ച് നടത്തുന്ന മുഴുവൻ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടെ പാലക്കാടിന്റെ വകയും എന്റെ വകയുള്ള നന്ദി രേഖപ്പെടുത്തുന്നതും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കും. സമാധാന ചടങ്ങിൽ നിർദ്ദേശിക്കുന്ന പോകുന്നത് അതിനുവേണ്ടി मलबार चैंपियन चैंपियन थर्ड प्राइज केवी मोसरबाई हमारे सीएससी रैलवे राहुल फर्स्ट टाइम 7 मणिपुर 4 मिनट टेस्ट 2000 रुपीस विथ ट्रॉफी
അടുത്തതായി മലബാർ ടോപ്പ് 5 ജംഷി ചാട്ടുകൾ 29 പോയിന്റ്. രാവിലെ 10 സമയം 13 മണിക്കൂർ 8 മിനിറ്റ് 12:42 13:25 13:16 13:26 12:17 12:20. താങ്കൾ കൈയ്യെടുക്കാം. ജംഷി ചാട്ടുകൾ അടുത്തതായി അൺലിമിറ്റഡ് ടൂർണമെന്റ് കോഴിക്കോടിലെ 2 ടോപ്പ് ടൈമുണ്ട്. സെൻട്രൽ മാർക്കറ്റ് 15 മണിക്കൂർ 30 മിനിറ്റ് സെൻട്രൽ മാർക്കറ്റ് കോഴിക്കോട്ടെ ടോപ്പ് ടൈമുകളുടെ 2024 ടോപ്പ് ടൈം 15 മണിക്കൂർ 30 മിനിറ്റും. അടുത്തതായി സെക്കൻഡ് വൺ ഗോൾഡനായി പന്നിയങ്ങര 15 മണിക്കൂർ 1 മിനിറ്റും. ട്രോഫി സ്പോൺസർ നജീബ് കാഞ്ഞിക്കോട്. അടുത്തതായി NFDF നടത്തിയ മലബാർ ടൂർണമെന്റിലെ 13 മണിക്കൂറിലെ ടോപ്പ് ടൈമാണ്. 2 പേരുണ്ട് അതിന് അർഹമായിട്ടുള്ളത്. 12 ചെറിയ സ്കൂളുകൾ രാവിലെ സമയം 13 മണിക്കൂർ 28 മിനിറ്റ്. ട്രോഫി സ്പോൺസർ DM കോഫി. മെമ്മോറിയൽ അതിനകം രാവിലെ പറഞ്ഞ സമയം 13 മണിക്കൂർ 29 മിനിറ്റ്. നല്ലൊരു കൈ കൊടുക്കുക. അടുത്തതായി മലബാർ ഹാട്രിക് 13 മണിക്കൂർ ഫസ്റ്റ് ഹാട്രിക് 13 മണിക്കൂറിൽ ജ്യോതി മോട്ടോഴ്സ് വടകര രാവിലെ സമയം 13 മണിക്കൂർ 4 മിനിറ്റ് 13 മണിക്കൂർ 10 മിനിറ്റ് 13 മണിക്കൂർ 17 മിനിറ്റ്. ട്രോഫി സ്പോൺസറുമായി അപ്പു മെമ്മോറിയൽ ലഭിക്കുക. ബേപ്പൂർ ഏരിയ വിജയികൾ 5 സ്റ്റാർ മാറാണ് 12 മണിക്കൂർ 15 മിനിറ്റ്. 5 സ്റ്റാർ 15 മണിക്കൂർ 35 മിനിറ്റ്. ക്യാഷ് 3000 rupees. ഏരിയ ടൂർണമെന്റിൽ ഫസ്റ്റ് പ്രൈസ് 12 മണിക്കൂർ 35 മിനിറ്റും 5 സ്റ്റാർ മാറാണ്. ബേപ്പൂർ ഏരിയ സെക്കൻഡ് പ്രൈസ് അനിപ്രദേശ് ബേപ്പൂര് 6 മണിക്കൂർ 12 മിനിറ്റും. അനിപ്രദേശ് ബേപ്പൂര്. ബേപ്പൂർ ഏരിയ സെക്കൻഡ് പ്രൈസ് അനിപ്രദേശ് ബേപ്പൂര് 6 മണിക്കൂർ 12 മിനിറ്റും. ക്യാഷ് പ്രൈസ് 2,000 rupees. ബേപ്പൂർ ഏരിയ തേർഡ് പ്രൈസ് 41 ബോയ്സ് ബേപ്പൂര് 4 മണിക്കൂർ 49 മിനിറ്റും. 41 ബോയ്സ് 4 മണിക്കൂർ 49 മിനിറ്റും. ചക്കുംകടവ് ഏരിയ അത് ഫസ്റ്റ് വൺ ജംഷി ചക്കുംകടവ് 13 മണിക്കൂർ 8 മിനിറ്റ്. 3,000 rupees with certificate. ജംഷി ചക്കുംകടവ് 13 മണിക്കൂർ 8 മിനിറ്റ്. ചക്കുംകടവ് ഏരിയ സെക്കൻഡ് പ്രൈസ് ഫ്രണ്ട്സ് ചക്കുംകടവ്
12 മണിക്കൂർ 44 മിനിറ്റ്. 2000 rupees with certificate. ചട്ടുകളി ഏരിയ സെക്കൻഡ് പ്രൈസ് ചട്ടുകളി 12 മണിക്കൂർ 44 മിനിറ്റ്. അടുത്തത് തേർഡ് പ്രൈസ് ഗോൾഡൻ ഐ പന്നിയേക്കര 9 മണിക്കൂർ 52 മിനിറ്റ്. അടുത്തത് എഴുത്തൂർ ഏരിയ ഫസ്റ്റ് വൺ SSPGN എഴുത്തൂര് 8 മണിക്കൂർ 10 മിനിറ്റ്. SSPGN എഴുത്തൂര് 8 മണിക്കൂർ 10 മിനിറ്റ്. 3000 rupees with certificate. Second prize Fire Wheels Bangalore 6 മണിക്കൂർ 43 മിനിറ്റ്. 2000 rupees with certificate. Third prize Aircootam Trophy. Third prize Aircootam Trophy. So certificate. Second prize KD Muttakoya Memorial Calicut Library 6 മണിക്കൂർ 47 മിനിറ്റ്. Second prize KD Muttakoya Memorial PhD Library 6 മണിക്കൂർ 47 മിനിറ്റ്. 2000 rupees certificate. Third prize Shafi Kinasheri 4 മണിക്കൂർ 42 മിനിറ്റ്. Certificate only. Third prize Shafi Kinasheri 4 മണിക്കൂർ 42 മിനിറ്റ്. അടുത്തത് പള്ളിക്കണ്ടി ഏരിയ അത് ഫസ്റ്റ് വൺ 8 മണിക്കൂർ 55 മിനിറ്റ്. സെക്കൻഡ് വൺ റസാഖ് മൊഹദാർ 7 മണിക്കൂർ 15 മിനിറ്റ്. റസാഖ് മൊഹദാർ. തേർഡ് വൺ സലീം ആക്കാജി മെമ്മോറിയൽ മൊഹദാർ. സലീം ആക്കാജി മെമ്മോറിയൽ മൊഹദാർ 6 മണിക്കൂർ 30 മിനിറ്റ്. സർട്ടിഫിക്കറ്റ് ഓൺലി. അടുത്തതായി കുണ്ടോട്ടി ഏരിയ ഫസ്റ്റ് വൺ സീബേർഡ് സ്റ്റോപ്പേജ് 7 മണിക്കൂർ 37 മിനിറ്റ്. സീബേർഡ് സ്റ്റോപ്പേജ് 7 മണിക്കൂർ 37 മിനിറ്റ്. 3000 rupees with certificate. Second place PS Pradesh Varela 6 മണിക്കൂർ 12 മിനിറ്റ്. PS Pradesh Varela 2000 with certificate. Third place 4-star കുടുംബം ടോട്ടൽ പല സമയം 4 മണിക്കൂർ 22. Third place 4-star കുടുംബം. അടുത്തതായി ജനറൽ ഏരിയ ഫസ്റ്റ് വൺ പുൽമേട്ടിലെ പാവകൾ ചാമട്ടിവളപ്പ് പാവകൾ പറഞ്ഞ സമയം 12 മണിക്കൂർ 36 മിനിറ്റ്. സെക്കൻഡ് വൺ സെക്കൻഡ് പ്രൈസ് ബ്ലൂ സ്റ്റാർ മാധവ് ജനറൽ ഏരിയയിലെ സെക്കൻഡ് പ്രൈസ് ബ്ലൂ സ്റ്റാർ മാധവ് 4 മണിക്കൂർ 48 മിനിറ്റ്. 4 മണിക്കൂർ 48 മിനിറ്റ്. 2000 rupees with certificate. അടുത്തതായി തേർഡ് പ്രൈസ് നിരഞ്ജൻ തിരുവണ്ണൂർ 3 മണിക്കൂർ 39 മിനിറ്റ്. 3 മണിക്കൂർ 39 മിനിറ്റ്. നിരഞ്ജൻ തിരുവണ്ണൂർ. രാഹുൽ പറഞ്ഞ സമയം 13 മണിക്കൂർ 19 മിനിറ്റ്. അങ്ങനെ കഴിയുന്നില്ല.
Other second winner, Ani Pradesh Devpuri. Rahul Kamasanam, Padimu Marku, Papayu. Ani Pradesh Devpuri. Third prize, Mahara Kirashe. Rahul Kamasanam, Padimu Marku, Papayu. And also please get a copy. Mahara Kirashe, Padimu Marku, Papayu. The fourth prize, 5-star Maharaj. Rahul Kamasanam, Padimu Marku, Papayu. 5-star Maharaj. Padimu Marku, Papayu. Maharashtra രണ്ട് പേരുണ്ട്. Another one, PS Pradesh Vagera. Maharashtra രണ്ട് പേരുണ്ട്. രണ്ടാം മഹാരാഷ്ട്ര PS Pradesh Vagera. 13 മണിക്കൂർ 15 മിനിറ്റ്. The sixth prize, Harbour Bank Devpuri. 13 മണിക്കൂർ 7 മിനിറ്റ്. Harbour Bank Devpuri. 13 മണിക്കൂർ 7 മിനിറ്റ്. പതിമൂന്ന് മണിക്കൂർ 5 മിനിറ്റ്. USA 3-star മോഡി. അടുത്തത് ഗോൾഡനായി പന്നിയാര. 13 മണിക്കൂർ 4 മിനിറ്റ്. ഗോൾഡനായി പന്നിയാര. 13 മണിക്കൂർ 4 മിനിറ്റ്. അടുത്തത് PS പ്രദേശ് വടകര. 13 മണിക്കൂർ 3 മിനിറ്റ്. PS പ്രദേശ് വടകര. 13 മണിക്കൂർ 3 മിനിറ്റ്. അടുത്തത് MKP മന്ത്രിഭായ് മെമ്മോറിയൽ ടൂർണമെന്റ് സർട്ടിഫിക്കറ്റ് ആണ്. നസീബ് മുട്ടുങ്ങൽ. 12 മണിക്കൂർ 58 മിനിറ്റ്. നസീബ് മുട്ടുങ്ങൽ. അടുത്തത് USA 3-star കോഹ്ലി. 12 മണിക്കൂർ 55 മിനിറ്റ്. USA 3-star കോഹ്ലി. 12 മണിക്കൂർ 55 മിനിറ്റ്. USA 3-star കോഹ്ലി. USA 3-star കോഹ്ലി. 12 മണിക്കൂർ 55 മിനിറ്റ്. USA 3-star കോഹ്ലി. അടുത്തത് ബീച്ച് വൈസ് ബേപ്പൂര്. 12 മണിക്കൂർ 51 മിനിറ്റ്. ബീച്ച് വൈസ് ബേപ്പൂര്. 12 മണിക്കൂർ 51 മിനിറ്റ്. അടുത്തത് TK സെൻട്രൽ മാർക്കറ്റ്. TK സെൻട്രൽ മാർക്കറ്റ് 12 മണിക്കൂർ 47 മിനിറ്റ്. TK സെൻട്രൽ മാർക്കറ്റ് 12 മണിക്കൂർ 47 മിനിറ്റ്. അടുത്തത് 41 ബോയ്സ് ബേപ്പൂര്. 12 മണിക്കൂർ 43 മിനിറ്റ്. 41 ബോയ്സ് ബേപ്പൂര്. 12 മണിക്കൂർ 43 മിനിറ്റ്. അടുത്തത് ജംഷി ചക്കുണ്ടത്. 12 മണിക്കൂർ 42 മിനിറ്റ്. ജംഷി ചക്കുണ്ടത്. 12 മണിക്കൂർ 42 മിനിറ്റ്. അടുത്തത് യാക്കൂബ് മെമ്മോറിയൽ പട്ടപ്പടി. 12:36. യാക്കൂബ് മെമ്മോറിയൽ പട്ടപ്പടി.
അടുത്തത് സൂപ്പർ സ്റ്റുഡിയോ കപ്പങ്ങൾ 12 മണിക്കൂറും 2 മിനിറ്റും. സൂപ്പർ സ്റ്റുഡിയോ കപ്പങ്ങൾ 12 മണിക്കൂർ 2 മിനിറ്റ്. അടുത്തത് MB അംസ മെമ്മോറിയൽ ജില്ലാ ടൂർണമെന്റ് വിജയികളാണ് പ്രഖ്യാപിക്കുന്നത്. ഫസ്റ്റ് വൺ USA 3 സ്റ്റാർ ജോഡി 13 മണിക്കൂർ 28 മിനിറ്റ്. USA 3 സ്റ്റാർ ജോഡി 13 മണിക്കൂർ 28 മിനിറ്റ്. നാഷണൽ ഫസ്റ്റ് 39 വർഷം ട്രോഫി USA 3 സ്റ്റാർ ജോഡി 13 മണിക്കൂർ 28 മിനിറ്റ്. സെക്കൻഡ് വൺ കൂവപ്പൽ ചക്കുകൾ സമയം 13 മണിക്കൂർ 26 മിനിറ്റ്. 20,000 rupees with trophy. കൂവപ്പൽ ചക്കുകൾ ടൗൺ ടീം മാങ്കാവ് 13 മണിക്കൂർ 25 മിനിറ്റ്. 13 മണിക്കൂർ 25 മിനിറ്റും ടൗൺ ടീം മാങ്കാവ്. മൂന്നാം സ്ഥാനം 3 പേർക്കുണ്ട്. ഫസ്റ്റ് വൺ ടൗൺ ടീം മാങ്കാവ്. സെക്കൻഡ് വൺ വിവേക് അർഷാദ് ബേപ്പുരി 13 മണിക്കൂർ 25 മിനിറ്റ്. വിവേക് അർഷാദ് ബേപ്പുരി 13 മണിക്കൂർ 25 മിനിറ്റ്. അടുത്തത് മൂന്നാം സ്ഥാനം തന്നെ. മൂന്നാം സ്ഥാനം ജംഷി ചക്കുകളവ് 13 മണിക്കൂർ 25 മിനിറ്റ്. ജംഷി ചക്കുകളവ് 13 മണിക്കൂർ 25 മിനിറ്റ്. സിക്സ് പ്രൈസ് കുതിരത്ത് മുട്ടുകൾ 13 മണിക്കൂർ 24 മിനിറ്റ്. കുതിരത്ത് മുട്ടുകൾ ഉപഹാരം MB ഹംസ ജില്ലാ ടൂർണമെന്റിലെ ഉപഹാരം 5 സ്റ്റാർ മാറാട്. 5 സ്റ്റാർ മാറാട് ഉപഹാരം 13 മണിക്കൂർ 22 മിനിറ്റ്. 13 മണിക്കൂർ 22 മിനിറ്റ്. 5 സ്റ്റാർ മാറാട്. ഉപഹാരം അടുത്തത് ഗോൾഡൻ ഐ വന്യേകര 13 മണിക്കൂറും 10 മിനിറ്റ്. ഗോൾഡൻ ഐ വന്യേകര 13 മണിക്കൂറും 10 മിനിറ്റ്. ഗോൾഡൻ ഐ വന്യേകര 13 മണിക്കൂറും 10 മിനിറ്റ്. അടുത്തത് TK സെന്റർ മാർക്കറ്റ് 13 മണിക്കൂറും 6 മിനിറ്റ്. TK സെന്റർ മാർക്കറ്റ് 13 മണിക്കൂറും 6 മിനിറ്റ്. TK സെന്റർ മാർക്കറ്റ് 13 മണിക്കൂറും 6 മിനിറ്റ്. അടുത്തത് ജ്യോതി മോട്ടോഴ്സ് വടകര മൊബൈൽ ടെസ്റ്റ് 13 മണിക്കൂർ 4 മിനിറ്റ്. ജ്യോതി മോട്ടോഴ്സ് വടകര. സ്പോൺസർഡ് ബൈ വാസ്കോ കാലിക്കറ്റ്. പന്തൽ പ്രദേശ് കുട്ടുങ്ങൾ 13 മണിക്കൂർ 29 മിനിറ്റ്. രണ്ടാം സ്ഥാനം 2 പേർക്കുണ്ട്. അതിലൊന്ന് PS പ്രദേശ് വടകര 12 മണിക്കൂർ 27 മിനിറ്റ്. സെക്കൻഡ് 13 മണിക്കൂർ 27 മിനിറ്റ്. സെക്കൻഡ് PS പ്രദേശ് വടകര 13 മണിക്കൂർ 27 മിനിറ്റ്. അതിനെ സെക്കൻഡ് പന്തൽ പ്രദേശ് കുട്ടുങ്ങൾ 13 മണിക്കൂർ 27 മിനിറ്റ്. പന്തൽ പ്രദേശ് കുട്ടുങ്ങൾ 13 മണിക്കൂർ 27 മിനിറ്റ്. ഫോർത്ത് പ്രൈസ് 5 സ്റ്റാർ മാറാട് 13 മണിക്കൂർ 20 മിനിറ്റ്. 5 സ്റ്റാർ മാറാട് 13 മണിക്കൂർ 20 മിനിറ്റ്. ഫോർത്ത് പ്രൈസ്. ഫോർത്ത് പ്രൈസ് 5 സ്റ്റാർ മാറാട് 13 മണിക്കൂർ 20 മിനിറ്റ്. ഫിഫ്ത് പ്രൈസ് സലീം ആകാശി മെമ്മോറിയൽ
മുതലാളി സലീം ആക്കാച്ചി മെമ്മോറിയൽ മുതലാളി 13 മണിക്കൂറും 18 മിനിറ്റും. സലീം ആക്കാച്ചി മെമ്മോറിയൽ മുതലാളി 13 മണിക്കൂറും 18 മിനിറ്റും. വീണ്ടും 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 ജ്യോതി മോട്ടോഴ്സ് വടകര 13 മണിക്കൂറും 17 മിനിറ്റും. പ്രൊഫസർ രഞ്ജിത്ത് വടകര ജ്യോതി മോട്ടോഴ്സ് വടകര 13 മണിക്കൂറും 17 മിനിറ്റും. എക്വയർ മെമ്മോറിയൽ ഉപഹാരമായിട്ടുള്ളത് 15 മിനിറ്റും. അടുത്തത് AMS പ്രസാദ് വട്ടകണ്ടി 13 മണിക്കൂറും 12 മിനിറ്റും. AMS പ്രസാദ് വട്ടകണ്ടി 13 മണിക്കൂറും 12 മിനിറ്റും. അനീബദേശ് ദേവ്പുരി 13 മണിക്കൂറും 12 മിനിറ്റും. അനീബദേശ് ദേവ്പുരി 13 മണിക്കൂറും 12 മിനിറ്റും. അടുത്തത് കൂവക്കൽ ചക്കുംകടവ് 13 മണിക്കൂറും 12 മിനിറ്റും. വീണ്ടും ജ്യോതി മോട്ടോഴ്സ് വടകര അവർക്ക് തുറന്ന സമയം 13 മണിക്കൂറും 10 മിനിറ്റും. ജ്യോതി മോട്ടോഴ്സ് വടകര 13 മണിക്കൂറും 10 മിനിറ്റും. ജ്യോതി മോട്ടോഴ്സ് വടകര 13 മണിക്കൂറും 10 മിനിറ്റും. അടുത്തത് ന്യൂ വടകര 13 മണിക്കൂറും 6 മിനിറ്റും. ന്യൂ വടകര 13 മണിക്കൂറും 6 മിനിറ്റും. ന്യൂ വടകര 13 മണിക്കൂറും 6 മിനിറ്റും. ഗോൾഡൻ ലൈൻ സമയകര 13 മണിക്കൂറും 3 മിനിറ്റും. അടുത്തത് KD മുസ്തഫ മെമ്മോറിയൽ CRT ലൈബ്രറി 13 മണിക്കൂറും 2 മിനിറ്റും. KD മുസ്തഫ മെമ്മോറിയൽ CRT ലൈബ്രറി 13 മണിക്കൂറും 2 മിനിറ്റും. അടുത്തത് സർട്ടിഫിക്കറ്റ് ആണ്. സർട്ടിഫിക്കറ്റ് പാസ് തെക്കുവ പുതിയങ്ങാടി 12 മണിക്കൂർ 56 മിനിറ്റും. തെക്കുവ പുതിയങ്ങാടി 12 മണിക്കൂർ 56 മിനിറ്റും. അടുത്തത് UFA 3 സ്റ്റാർ കോടി 12 മണിക്കൂർ 53 മിനിറ്റും. UFA 3 സ്റ്റാർ കോടി 12 മണിക്കൂർ 53 മിനിറ്റും. അടുത്തത് 7 സ്റ്റാർ ആനമടൽ 12 മണിക്കൂർ 51 മിനിറ്റും. 7 സ്റ്റാർ ആനമടൽ. അടുത്തത് 3 സ്റ്റാർ കോഴി 12 മണിക്കൂർ 41 മിനിറ്റും. 3 സ്റ്റാർ കോഴി 12 മണിക്കൂർ 41 മിനിറ്റും. അടുത്തത് ഷാജി മാർക്കറ്റ് കുണ്ടോട്ടി 12 മണിക്കൂർ 37 മിനിറ്റും. ഷാജി മാർക്കറ്റ് കുണ്ടോട്ടി 12 മണിക്കൂർ 37 മിനിറ്റും. അടുത്തത് ഫ്രണ്ട്സ് അശോകപുരം 12 മണിക്കൂർ 8 മിനിറ്റും. ഫ്രണ്ട്സ് അശോകപുരം 12 മണിക്കൂർ 8 മിനിറ്റും. അടുത്തത് ഐഡിക്കൽ വാസു മെമ്മോറിയൽ ടൂർണമെന്റ് വിജയികൾ പ്രഖ്യാപിക്കുന്നത്. ഫസ്റ്റ് വൺ ഹൗക്കു മെമ്മോറിയൽ നദിനഗർ 13 മണിക്കൂർ 29 മിനിറ്റും. ട്രോഫി സ്പോൺസർ വിൻറ്റേജ് ഒരുമിച്ച് ഹൗക്കു മെമ്മോറിയൽ നദിനഗർ 13 മണിക്കൂർ 29 മിനിറ്റും. സെക്കൻഡ് വൺ ട്രൈ സ്റ്റാർ കോതി 13 മണിക്കൂർ 28 മിനിറ്റും. തേർഡ് ജെഷി ചക്ര 13 മണിക്കൂർ 26 മിനിറ്റും. തേർഡ് വൺ ജെഷി ചക്ര 13 മണിക്കൂർ 26 മിനിറ്റും. The fourth one 5 സ്റ്റാർ മാറാട് 13 മണിക്കൂർ 12 മിനിറ്റും. 5 സ്റ്റാർ മാറാട് 13 മണിക്കൂർ 12 മിനിറ്റും. The fifth side Tamil Pradesh Kundugal. Fifth side Tamil Pradesh Kundugal
13 മണിക്കൂർ 7 മിനിറ്റ്. ഐക്യവാസ ഉപഹാരം പുൽമേട്ടിലെ താവുകൾ ചാമതി വളർത്ത് 13 മണിക്കൂർ 2 മിനിറ്റ്. 13 മണിക്കൂർ 2 മിനിറ്റ്. പുൽമേട്ടിലെ താവുകൾ ചാമതി വളർത്ത്. അടുത്ത സർട്ടിഫിക്കറ്റാണ് CM തോപ്പയിൽ 12 മണിക്കൂർ 59 മിനിറ്റ്. CM തോപ്പയിൽ 12 മണിക്കൂർ 59 മിനിറ്റ്. അടുത്തത് ഗോൾഡൻ ഐ പന്നിയേര 12 മണിക്കൂർ 54 മിനിറ്റ്. ഗോൾഡൻ ഐ പന്നിയേര 12 മണിക്കൂർ 54 മിനിറ്റ്. അടുത്തത് ജ്യോതി മോട്ടോഴ്സ് വടകര 12 മണിക്കൂർ 38 മിനിറ്റ്. ജ്യോതി മോട്ടോഴ്സ് വടകര 12 മണിക്കൂർ 38 മിനിറ്റ്. അടുത്തത് ജംഷി ചക്കൻകടവ് 12 മണിക്കൂർ 17 മിനിറ്റ്. ജംഷി ചക്കൻകടവ് 12 മണിക്കൂർ 17 മിനിറ്റ്. അടുത്തത് റോയൽ ഹൽവദ 12 മണിക്കൂർ 1 മിനിറ്റ്. റോയൽ ഹൽവദ 12 മണിക്കൂർ 1 മിനിറ്റ്. അടുത്തത് അബ്ബാസ് മെമ്മോറിയൽ ഡയലൈറ്റ് ടൂർണമെന്റ് ആണ്. ഫസ്റ്റ് വൺ UFA 3 സ്റ്റാർ കോഹ്ലി. UFA 3 സ്റ്റാർ കോഹ്ലി 12 മണിക്കൂർ 37 മിനിറ്റ്. UFA 3 സ്റ്റാർ കോഹ്ലി. UFA 3 സ്റ്റാർ കോഹ്ലി 12 മണിക്കൂർ 37 മിനിറ്റ്. അടുത്തത് 5 സ്റ്റാർ മാറാട് 12 മണിക്കൂർ 35 മിനിറ്റ്. 5 സ്റ്റാർ മാറാട് 12 മണിക്കൂർ 35 മിനിറ്റ്. അടുത്തത് 5 സ്റ്റാർ കോഹ്ലി 12 മണിക്കൂർ 32 മിനിറ്റ്. 5 സ്റ്റാർ കോഹ്ലി 12 മണിക്കൂർ 32 മിനിറ്റ്. തേർഡ് പ്രൈസ് 5 സ്റ്റാർ കോഹ്ലി 12 മണിക്കൂർ 32 മിനിറ്റ്. വീണ്ടും ജ്യോതി മോട്ടോഴ്സ് വടകര ഫോർത്ത് പ്രൈസ് 12 മണിക്കൂർ 24 മിനിറ്റ്. ഫോർത്ത് വൺ ജ്യോതി മോട്ടോഴ്സ് വടകര 12 മണിക്കൂർ 24 മിനിറ്റ്. ഫിഫ്ത്ത് പ്രൈസ് ഗോൾഡൻ ഐ പന്നിയേര 12 മണിക്കൂർ 23 മിനിറ്റ്. ഗോൾഡൻ ഐ പന്നിയേര 12 മണിക്കൂർ 23 മിനിറ്റ്. അടുത്തത് അബ്ബാസ് മെമ്മോറിയൽ ടൂർണമെന്റ് ഉപഹാരമാണ്. ഫസ്റ്റ് വൺ ജംഷി ചക്കൻകടവ് 12 മണിക്കൂർ 20 മിനിറ്റും. ജംഷി ചക്കൻകടവ് 12 മണിക്കൂർ 20 മിനിറ്റും. അടുത്തത് ചക്കൻകടവ് 12 മണിക്കൂർ 19 മിനിറ്റ്. 12 മണിക്കൂർ 19 മിനിറ്റും. ചക്കൻകടവ് 12 മണിക്കൂർ 19 മിനിറ്റും. അടുത്തത് ഔക്കു മെമ്മോറിയൽ നദിനഗർ 12 മണിക്കൂർ 19 മിനിറ്റ്. ഔക്കു മെമ്മോറിയൽ നദിനഗർ 12 മണിക്കൂർ 19 മിനിറ്റും. അടുത്തത് ഗോൾഡൻ ഐ പന്നിയേര 12 മണിക്കൂർ 19 മിനിറ്റും. ഗോൾഡൻ ഐ പന്നിയേര 12 മണിക്കൂർ 19 മിനിറ്റും. അടുത്തത് PS പ്രദേശ് വടകര 12 മണിക്കൂർ 3 മിനിറ്റ്. സ്പോൺസർഡ് ബൈ കട്ട യാത്ര. അടുത്തതായി അനീസ് ബേപ്പൂരി സ്പോൺസർഡ് ബൈ കട്ട യാത്ര. അനീസ് ബേപ്പൂരി. അടുത്തത് നമ്മുടെ ഗവൺമെന്റുമായിട്ടുള്ള ട്രോഫിയാണ് കൊടുക്കുന്നത്. ബഷീർ അലക്കര
മെഡൽ ട്രോഫി ബഷീർ അലക്കണ്ടർ. അടുത്തത് അൺലിമിറ്റഡ് അസ്ലം കൈവാളം. അടുത്തതായി ചട്ടുകരയിലെ പൊന്നോമന കുട്ടൻ ബഷീർ കുവത്തിൽ. ബഷീർ കുവത്തിൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ബഷീർ കുവത്തിൽ. അടുത്തത് ഫഹദ് നബിനഗർ. ഫഹദ് നബിനഗർ. ഫഹദ് നബിനഗർ. അടുത്തത് ജനീഷ് മാറാട്. ജനീഷ് മാറാട്. ജനീഷ് മാറാട്. അടുത്തത് സിറാജ് എലപ്പൂർ. സിറാജ് എലപ്പൂർ. അടുത്തത് ദിലീപ് കോയമ്പത്തൂർ. ദിലീപ് കോയമ്പത്തൂർ. ഐസാർ മാറാടിന്റെ കംപ്ലീറ്റ് ദിലീപ് കോയമ്പത്തൂർ. അടുത്തത് റാഫി ചക്കനൂർ. റാഫി ചക്കനൂർ. റാഫി ചക്കനൂർ. അടുത്തത് ജംഷി ചക്കനൂർ. ജംഷി ചക്കനൂർ. അടുത്തത് സിറിൽ ബെഹ്റ. സിറിൽ ബെഹ്റ. അടുത്തത് ഹാരിസ് കോഹ്ലി. ഹാരിസ് കോഹ്ലി. ഹാരിസ് കോഹ്ലി. അടുത്തത് ഹാരിസ് കോഹ്ലി. അടുത്തത് അസ്ലം കുവത്തിൽ. അസ്ലം കുവത്തിൽ. അസ്ലം കുവത്തിൽ. അടുത്തത് ജുനൈദ് കുവത്തിൽ. ജുനൈദ് കുവത്തിൽ. അടുത്തത് കോയ അലിനഗർ. കോയ അലിനഗർ. അടുത്തത് അപ്പൂസ് പള്ളയിൽ. അപ്പൂസ് പള്ളയിൽ. അപ്പൂസ് പള്ളയിൽ. അടുത്തത് സായൻ ചുള്ളിക്കാട്. ചുള്ളിക്കാട് സായൻ. അടുത്തത് തൻസീർ 7 സ്റ്റാർ കോഹ്ലി. തൻസീർ 7 സ്റ്റാർ കോഹ്ലി. വടകര ടൂർണമെന്റിന് അടുത്ത മാസം 1-ാം തീയതി നമ്മൾ അവരെ പ്രൈസ് കൊടുക്കലാണെന്നുള്ളത് നമ്മൾ കത്ത് തന്നിട്ടുണ്ട്, നോട്ടീസ് തന്നിട്ടുണ്ട്. അപ്പൊ 1-ാം തീയതി 1-ാം തീയതി എല്ലാവരും അതിൽ പങ്കെടുക്കണം. അവർ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. പ്രൈസ് ഉള്ള ആളുകളുണ്ട്, അവരെന്തായാലും വന്നാല് പ്രൈസ് കൊടുക്കപ്പെടുന്നത് പറഞ്ഞിട്ട് വേറെ ആളെ കയ്യിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് അവര് കമ്മിറ്റി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രൈസ് എല്ലാവരും അതിൽ പോകണം. അതിന് നന്ദി പറയുന്നതിന് ശരീരം ശരിക്കും എല്ലാ പാർട്ടികളും നന്ദി പറയാൻ വേണ്ടി പരിപാടി അവസാനം അറിയിക്കും.